ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു കോഴീനെ ഗ്രില്ല് ചെയ്യാൻ പോട്ടെ. ഞങ്ങൾ കുറേ നാളെ ഗ്രില്ല് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തറവാട്ടെ വന്ന് വണ്ടി എടുത്ത് പോയി. ആദ്യം കോഴി മേടിക്കാനായിട്ട് പോകാം. ഈ ഗ്രില്ല് ചെയ്യാനുള്ള നെറ്റൊന്നും ചേട്ടാ, പക്ഷേ മയോനൈസ് നമുക്ക് മസ്റ്റാണ്. മയോനൈസ് അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റ് ഒക്കെ മേടിച്ച് നേരെ ചേട്ടൻ്റെ വീട്ടിലേക്കായിട്ട് പോയി. അവിടെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യണം. അങ്ങനെ വീട്ടിൽ എത്തിയപ്പോൾ അവിടെ ഇങ്ങനെ കമ്പി കഷ്ണം കണ്ടുട്ടാ. പിന്നെ ഇത് വെച്ച് ഗ്രില്ല് ഉണ്ടാക്കാനായി. അങ്ങനെ ചേട്ടൻ അനിയനും കൂടി ഗ്രില്ല് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ നേരം കൊണ്ട് കോഴിനെ വൃത്തിയാക്കാനും കട്ട് ചെയ്യാമെന്ന് വെച്ചു. ഈ ബാക്കിൽ നിൽക്കുന്ന 2 പേരാണ് ദഹനക്കാർ. അതിൽ ദഹനക്കാരൻ മാത്രമേ പണിയെടുക്കുള്ളൂ. ദഹനക്കാർ വെറുതെ നോക്കിക്കോളൂ. ഞാനും ചേട്ടനും കൂടി തന്നെ കോഴി കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാ. പിന്നെ കോഴി കട്ട് ചെയ്യാനൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ് കോഴി കട്ട് ചെയ്യണം. ഒരു നിലയ്ക്ക് കട്ട് ചെയ്തൊക്കെ പറഞ്ഞു വെച്ചു. അടുത്തതിന് മസാല പരിപാടിയാണ്. പിന്നെ നമ്മൾ മേടിച്ച മസാലകളും അവിടെയുള്ള പൊടികളൊക്കെ കൂടി ഒരു മസാലയാണ് ഉണ്ടാക്കി. ഇത് കണ്ട ചേർത്തി കണ്ട ഈ അകത്തേക്ക് പോക്ക് മാത്രം. പിന്നെ ഞങ്ങളുടെ ദഹനക്കാരതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ച് അതിൻ്റെ ഇടയിൽ ഒരു ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കത്തിച്ച് ഉദ്ഘാടനം അങ്ങോട്ട് തുടങ്ങി. പിന്നെ അങ്ങോട്ട് ആ വീശിലങ്ങോട്ട് തുടങ്ങി. പിന്നെ ഇവൻ്റെ മുണ്ടൊക്കെ കത്തി പോയിട്ടാ ആ രീതിയിലിരിക്കുന്നു. ഞങ്ങളങ്ങനെ ആദ്യത്തെ സെറ്റ് വെച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു മെഷീനൊക്കെ ആൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാറ്റടിക്കാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മഴ ചതിച്ചു. അതുപോലെ ചാർക്കോളും തീർന്നു. പിന്നെ അടുത്തുള്ള അൽഫാം കടയെ പോയിട്ട് ചേട്ടൻ ചാർക്കോൾ വന്നു. പിന്നെയും ഞങ്ങൾ സെറ്റായി. അങ്ങനെ സ്ഥലമൊക്കെ മാറ്റിയിട്ട് പിന്നെയും കത്തിച്ച് തുടങ്ങി. കർപ്പൂരമൊക്കെ ഇട്ടിട്ടൊക്കെ കത്തിക്കണം. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പൊറോട്ടയാണ് ഇട്ട് മേടിക്കണം. വർക്ക് കഴിഞ്ഞ് വരുന്ന ഒരു അനിയനോട് ഫോൺ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മെഷീൽ വെക്കാൻ പറ്റാത്തൊക്കെ അങ്ങനെ കബാബ് പോലെ ആക്കിയിട്ട് 3 മണിക്ക് തുടങ്ങിയാണ്. ഇപ്പോൾ 9 മണിയാവാറ്. ഞങ്ങളുടെ 6 മണിക്കൂറത്തെ പ്രയത്നമാണ് കേട്ടോ. ഞങ്ങളുടെ ഉപ്പാടുള്ള ഇങ്ങനെ 6 മണിക്കൂറൊക്കെ എടുത്ത് ഗ്രില്ല് ചെയ്ത് ചിലപ്പോൾ ഞങ്ങൾ മാത്രമായിരിക്കും. ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുന്നുണ്ട്, അത് പണി പാളൊന്നും എണ്ണയിലൊക്കെ ഇട്ട് പൊരിക്കേണ്ട വരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് കുഴപ്പമുണ്ടാകുന്നില്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ ഏട്ടാ, ബൈ.